നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 1 ശനിയാഴ്ച, പൂരുരുട്ടാതി നക്ഷത്രവും ശുക്ലപക്ഷ തൃതീയ രാവിലെ 11:30 വരെ 11:37 വരെ തൃതീയ തിഥിയും വരുന്ന, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മകരം 19 വര ചതുർത്ഥി 11:38 AM മുതൽ 2/2/2025 വരെ, അതായത് പിറ്റേ ദിവസം ഞായറാഴ്ച 9:14 AM വരെ വര ചതുർത്ഥിയാണ്. ഈ ചതുർത്ഥി തിഥി വളരെ, ഉത്തരായനത്തിലെ ഈ ചതുർത്ഥി തിഥിയിൽ ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമാണ്. ഏത് രാശിയിലുള്ളവർക്കാണെങ്കിലും ഏത് തരത്തിലുള്ള കർമ്മ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. ഗണേശ ക്ഷേത്രങ്ങളിൽ, അതായത് സിദ്ധിവിനായക ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗണപതിയുടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഏത് ക്ഷേത്രത്തിലായാലും ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുക. ഇനി ക്ഷേത്ര ദർശനങ്ങൾ സാധ്യമല്ലാത്തവർ ഗണപതി ഭഗവാനെ ഏത്തമിടുന്നത് ഒരുപാട് ഫലം ചെയ്യും. എല്ലാ കർമ്മ തടസ്സങ്ങളും മാറി അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും. പ്രത്യേകിച്ചും കുംഭം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. സൂര്യനാവട്ടെ മകരൻ രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, ബുധൻ മകരൻ രാശിയിലും, വ്യാഴം ഇടവൻ രാശിയിലും, ശുക്രൻ ഉച്ചരാശിയായ മീനത്തിലും, രാഹു മീനത്തിലും, ശനി കുംഭം രാശിയിലും, കേതു 7-ാം ഭാവത്തിൽ, അതായത് കന്നി രാശിയിലുമായി നിൽക്കുന്നു. ഈ സമയത്ത് ഏത് നക്ഷത്രക്കാർക്കും സാമാന്യം നല്ല ഫലം ലഭിക്കുന്നതിന് വരചതുർത്ഥി നാളിൽ കഴിയുന്നതും പുലർച്ചെ എഴുന്നേറ്റ് വീടും പരിസരവും ഒക്കെ ഒന്ന് ശുദ്ധി ചെയ്തിട്ട്, പനിനീരും അതായത് മഞ്ഞപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളം ഒന്ന് തളിച്ച് തുടയ്ക്കാൻ പറ്റുമെങ്കിൽ തുടയ്ക്കാവുള്ളൂ. ഒന്ന് തളിക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീട് ശുദ്ധി വരുത്തിയതിന് ശേഷം ഉമ്മറപ്പടിയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം വിളക്ക് തെളിച്ച് ഗണപതി ഭഗവാന്റെ ഗണപതി സ്തുതികൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇത് ഉദയം വരുന്നത് 11:38 AM ചതുർത്ഥി തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് 2-ാം തീയതി 2/2/2025 ശരിക്കും വസന്ത പഞ്ചമിയുടെ തുടക്കം വരുന്ന ദിവസം ഞായറാഴ്ച പുലർച്ചെ ഇത് ചെയ്യുന്നതും നല്ലതാണ്. ചതുർത്ഥി തിഥി തുടങ്ങുന്നത് 11:38 ആയതുകൊണ്ട് നമ്മൾ എവിടെ, ഓഫീസിലാണെങ്കിലും മറ്റ് കർമ്മ മേഖലകളാണെങ്കിലും നമ്മൾ ഒരു നിമിഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും, 11:30 ആകുമ്പോഴേക്കും തന്നെ മനസ്സുകൊണ്ട് ഒന്ന് ശുദ്ധി പാലിച്ചുകൊണ്ട് നമ്മളൊരു ഏത്തമിടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഏത്തമിടുക. ഇല്ലെങ്കിൽ ഗണപതി ഭഗവാനെ മനസ്സുകൊണ്ട് നമിക്കുക. പറ്റുമെങ്കിൽ ഗണേശന്റെ ഗായത്രിയൊക്കെ ഒന്ന് 2-3 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടണമെന്നുള്ളത് ഏതൊരു നക്ഷത്രക്കാരുടെയും ഏത് പ്രായത്തിലുള്ളവരുടെയും എവിടെ ജീവിക്കുന്നവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തടസ്സങ്ങൾ ഒഴിവാകുന്നതിനായി ഏത്തമിടാൻ പറ്റുന്നവർ ഈ ദിവസം, അതായത് വര ചതുർത്ഥി നാൾ 1/2/2025 11:38 AM മുതൽ 2/2/2025 9:14 AM വരെയുള്ള സമയം എപ്പോഴെങ്കിലും ഗണപതിക്കൊരു 108 ഏത്തമിടുക, ഗണപതി അഷ്ടോത്തരം ചൊല്ലുക, ഗണപതി ഗായത്രി ജപിക്കുക, ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ ഏതെങ്കിലും, ഓം ഗണപതിയെ നമഃന്നോ, ഓം ശ്രീ മഹാഗണപതിയെ നമഃന്നോ, ഓം മഹാഗണപതിയെന്നോ, അല്ലെങ്കിൽ ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന ഗണപതി മന്ത്രം ജപിക്കുകയോ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാകും. 108 പ്രാവശ്യം മുടങ്ങാതെ
ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന് ഇങ്ങനെ ഗണപതി മന്ത്രം ഒരു 108 പ്രാവശ്യം ഒരു 108 ഏലക്ക എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഭഗവാൻ ഒരു 108 ഏലക്ക ഈ മന്ത്രം ജപിച്ചിട്ട് കോർത്ത് ആ മാലയായിട്ട് ഭഗവാൻ ഇടാം. ഒന്നുമില്ലെങ്കിൽ 108 ശരിക്കും കൽക്കണ്ടം ഭഗവാന് സമർപ്പിക്കാം. ഒരച്ച് ശർക്കരയും ഒരു പൂള് തേങ്ങാക്കുത്തും വച്ചിട്ട് ഭഗവാന് സമർപ്പിക്കുക. അല്പം തേനും കൂടി ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായി. തേനില്ലെങ്കിൽ ശർക്കരയും തേനും പഞ്ചസാരയും കൂടെ ഭഗവാന് സമർപ്പിക്കുക. അല്ലെങ്കിൽ ശർക്കരയും തേങ്ങാപ്പൂളും പഴവും കൂടി സമർപ്പിച്ച് മധുരം സമർപ്പിച്ച് മനസ്സൊന്ന് പ്രാർത്ഥിക്കാം. ആ സാഹചര്യങ്ങൾ ഉള്ളവർ വൈകുന്നേരം പ്രാർത്ഥനയോടൊപ്പം ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലഡു ഇനി വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല ലഡു വാങ്ങി വയ്ക്കാം. ഗണപതി ക്ഷേത്രങ്ങളിൽ പോയാൻ പറ്റുന്നവരൊക്കെ പോവുക. പറ്റാത്തവർ ഗണപതി ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വരചതുർത്ഥി നാൾ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ, മംഗളകാരകനായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും പുനരെടുക്കുന്നതിന് സാധിക്കും. നല്ല രീതിയിൽ എല്ലാം മംഗളമായി കലാശിക്കുകയും ചെയ്യും. എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ. ശനിയാഴ്ച ആയതുകൊണ്ട് ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുന്നത്, പുരട്ടാതി നക്ഷത്രമായതുകൊണ്ട് മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. തീർച്ചയായും ഈ വര ചതുർത്ഥി നാൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം തന്നെ രാത്രി സമയങ്ങളിൽ വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, കാരണം ഓജരാശിയിൽ കേതുവിന്റെ കാരകത്വം, ഇപ്പൊ കേതു അഷ്ടമത്തിലൊക്കെ നിൽക്കുമ്പോൾ ആയുർദോഷമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, 5-ൽ കേതുവൊക്കെ നിന്നാൽ കുറച്ച് വിഷമമൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ആ കേതുവിന്റെ ദോഷം വരാതിരിക്കാൻ അന്നപൂർണേശ്വരി ദേവിയെയും വരാഹി ദേവിയെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ. അങ്ങനെ വേണമെങ്കിൽ മന്ത്രം ചൊല്ലി ഗണപതി ഹോമം തന്നെ നടത്താം. 3 തേങ്ങാമുറി, ഒരു 108 നാളികേരക്കൊത്തും, ഒരു 3 തേങ്ങയുടെ മടലും ഉണ്ടെങ്കിൽ, ഒരു ഹോമച്ചട്ടി ഉണ്ടെങ്കിൽ ഹോമം നടത്താം. ഈ 108 പ്രാവശ്യം ഈ ഗണപതി മന്ത്രം ചൊല്ലിയാൽ മതി. ഇനി അതും പറ്റാത്തവർക്ക് ഗണപതിയുടെ ഗായത്രി ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്, ആ മന്ത്രം വേണമെങ്കിലും ജപിക്കാം. സിദ്ധിവിനായകനെ ആണെങ്കിലും, അതുപോലെ ഈ ഗണപതി തന്നെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ തരുന്ന ഗണപതിയുണ്ട്. അപ്പൊ എല്ലാ ഗണപതിമാരുടെയും 32ഓളം തരത്തിലുള്ള ഗണപതി ഭഗവാനുണ്ട്. അപ്പൊ എല്ലാ ഗണപതി ഭഗവാന്റെയും അനുഗ്രഹം എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വര ചതുർത്ഥി നാൾ എല്ലാവരും ഗണപതി ഭഗവാനെ പകൽ സമയം പ്രാർത്ഥിക്കുക. രാത്രി വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വരങ്ങളെല്ലാം വാങ്ങാൻ നമ്മൾക്കൊക്കെ വരം തരാൻ ഭഗവാന് തോന്നട്ടെ, ഭഗവാന്റെ വരത്തിന് അർഹരാകുവാൻ ഇടയാവട്ടെ എല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.